ഹലോ ഫ്രണ്ട്സ്, കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രഭയും കാഞ്ചനയും കൂടെ സംസാരിക്കാൻ കേട്ടോ. ആണുങ്ങളെ വശീകരിക്കാൻ പോലും മടിക്കാത്ത രണ്ടെണ്ണം, ചേച്ചിയും അനിയത്തിയും. ഇങ്ങനെ പോയാലേ അർജുനാണെങ്കിൽ അവിടെ താമസിക്കും, മീന് പ്രസവിക്കുകയും ചെയ്യും. ആ കുഞ്ഞിനെ അർജുൻ എടുത്ത് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് കൊഞ്ഞനെ കുത്തുകയും ചെയ്യും. ഇത് തന്നെയാണ് അവസാനം നടക്കാൻ പോകുന്ന അമ്മേ. അതിനെ അനുവദിച്ച് കൊടുക്കരുത് അമ്മേ എന്ന് പറയാട്ടോ കാഞ്ചന. അതിനൊരു വഴിയുണ്ടടി, രാജേന്ദ്രൻ അവനെ അവിടെ കയറ്റാതിരുന്നാൽ പോതില്ലേ, അതിനുള്ള വഴിയെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ അമ്മേ പ്ലാൻ? പ്ലാനൊക്കെ ഞാൻ പറയാം വാ എന്ന് പറഞ്ഞിട്ട് കാഞ്ചനയും പ്രഭയും കൂടി നേരെ മീനുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുക കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ രാഖിയാണെങ്കിൽ വീട് തുടച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അകത്ത് കയറി ഇവർ വരുന്നത്. രാഖി ആകെ പേടിച്ച് പോവുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ എന്തിയടി, ഇങ്ങോട്ട് വിളിച്ചേ. അച്ഛൻ ഇവിടെ ഇല്ല. ഇല്ലെങ്കിൽ നിൻ്റെ അമ്മയും മുത്തശ്ശിയൊക്കെ ഉണ്ടല്ലോ, ഇങ്ങോട്ട് വിളി. അങ്ങനെ രാഖി എല്ലാവരെയും വിളിക്കാൻ കേട്ടോ. എന്നിട്ട് അപ്പം തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? കാശ് തന്ന് തീർക്കും എന്നൊക്കെ പറഞ്ഞതല്ലേ ഞങ്ങൾ തെറ്റിച്ച്, അപ്പോൾ എന്തിനാണ് അതൊക്കെ തെറ്റിച്ച് ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പോൾ പ്രഭ പറയുന്നുണ്ട്, പറഞ്ഞ വാക്ക് തെറ്റിച്ചതേ ഞങ്ങളല്ല, നിങ്ങൾ തന്നെയാ. അർജുൻ എവിടെയടി എന്ന് ചോദിക്കുക കേട്ടോ. അർജുനോ? ഇവിടെ എങ്ങനെ അർജുനും ഇല്ല, ആരുമില്ല. ഇവിടെ അവനുണ്ട് എന്നറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ മുറിയിൽ കയറി അവനെ പരിശോധിക്കാൻ എൻ്റെ ആത്മാഭിമാനം അനുവദിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്നിങ്ങനെ പ്രഭ പറയട്ടോ. അവൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നത്. ഓഹോ, അത് ശരി, അങ്ങനെയാണോ എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കണം. എൻ്റെ മക്കൾ നിൻ്റെ വീട്ടിലോട്ട് വന്നിട്ടില്ല, രണ്ടുപേരും കടം തീർക്കുക ഞങ്ങളങ്ങോട്ട് വിടേയില്ല. വന്നത് നിൻ്റെ മകനല്ലേ, അതിന് ഇവിടെ വന്ന് ബഹളം വച്ചിട്ട് എന്താ കാര്യം? നീ അവനെ പിടിച്ച് കെട്ടിയിടടി എന്നിങ്ങനെ പറയട്ടോ മുത്തശ്ശിയും അമ്മയും കൂടെ. അങ്ങനെ നിൻ്റെ സംസാരം കേട്ടാൽ തോന്നുമല്ലോ ഞങ്ങളാണ് അവരെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയതെന്ന് എന്നൊക്കെ ഇങ്ങനെ അവർ പരസ്പരം സംസാരിക്കണം. നിങ്ങളുടെ മക്കളെ രണ്ടും വശീകരിക്കാൻ നല്ല മിടുക്കികളാണ്. ചക്കരെ, മുത്തേ, കണ്ണാന്നൊക്കെ വിളിച്ചിട്ട് അങ്ങ് വശീകരിച്ച് ഇങ്ങോട്ട് വരുത്തും. അതാ ഈ രണ്ടെണ്ണം എന്നിങ്ങനെ പറയണതും നമ്മുടെ രാഗി ഉടനെ പറയണുണ്ട് കേട്ടോ. അങ്ങനെ ഉടനെ വിളിച്ച ഉടനെ ഓടി വരുമോ നിങ്ങളുടെ ആൺമക്കൾ എന്ന് ചോദിക്കുമ്പോൾ കാഞ്ചന പറയണം, നിർത്തടി, മുതിർന്നവർ സംസാരിക്കുന്നതിനിടയിൽ നിനക്കെന്തടി കാര്യം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ രാഗി പറയാണ്, ഒരു മുതിർന്നവർ വന്നിരിക്കുന്നു, നിങ്ങളെപ്പോലെ കുട്ടികൾ പോലും സംസാരിക്കത്തില്ലല്ലോ, എടി നിന്നെ ഞാൻ എന്നിങ്ങനെ കാഞ്ചന അടുത്തേക്ക് ചെല്ലുമ്പോൾ പ്രഭ തടയുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി എൻ്റെ മക്കളെ വശീകരിച്ച് ഇവിടെ വരുത്തിയാലേ വിവരം അറിയും, വാങ്ങിയ പണം കിട്ടാനില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ സത്യാഗ്രഹം ചെയ്യുകയും ചെയ്യും, പോരാഞ്ഞിട്ട് നിങ്ങളെ നാണം കെടുത്തുകയും ചെയ്യും. അപ്പോൾ മീനുൻ്റെ അമ്മ പറയട്ടെ, ഇനിയും വലിയ നാണക്കേടോ, ഇതിലും വലുതോ? ഞങ്ങളുടെ മക്കൾ എന്തായാലും അങ്ങോട്ട് വന്നിട്ടില്ല, നിൻ്റെ മക്കളെ നീ അവിടെ പിടിച്ചെടുത്ത്, നീ എന്തിനാ ഇങ്ങോട്ട് വരാതെ നോക്കണം, നീ അതല്ലേ വേണ്ടത്. അപ്പോൾ കാഞ്ചന പറയണം, അവർ തമ്മിൽ ഇനി കാണുകയേ ചെയ്യരുത് എന്നിങ്ങനെ കാഞ്ചന കട്ടായം പോലെ പറയട്ടോ. അങ്ങനെ അമ്മ പറയണുണ്ട്, ഒരു നിർബന്ധമില്ല ഞങ്ങൾക്ക് അവർ കാണണമെന്ന്, രണ്ടും കൂടി അങ്ങോട്ട് ഇറങ്ങി പോകണം എന്നും പറയണം. അങ്ങനെ ചമ്മി രണ്ടും ഇറങ്ങി പോവുകയാണ്. രാഖിയോട് പറയാനുണ്ട്, നീ ആ ഡോർ അടച്ചിരിക്കണം. അങ്ങനെ രാഖി ഡോർ അടച്ചിട്ട് നീ മീനുവിനെ വിളിച്ച് പറ, വൈകുന്നേരം എന്തായാലും അർജുൻ അവളെ വിളിക്കാൻ ചെല്ലും, ബൈക്കിലൊന്നും കയറി വരണ്ട, ഓട്ടോയിൽ വന്നാൽ മതി, നീ കൈയോടെ വിളിച്ച് പറ. അങ്ങനെ പെട്ടെന്ന് തന്നെ രാഖി ആ കാര്യം അവിടെ അറിയിക്കുന്നുണ്ട് കേട്ടോ. അർജുനാണെങ്കിൽ വൈകുന്നേരം കാത്തു നിൽക്കുകയാണ് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ. അങ്ങനെ ടീച്ചർമാർ വരുമ്പോൾ ടീച്ചറിനോട് ചോദിക്കുന്നുണ്ട്, മീനു ടീച്ചർ ഇതുവരെയും കണ്ടില്ലല്ലോ, ഇറങ്ങിയില്ലേ? മീനു ടീച്ചറെ ഹെഡ് മാസ്റ്ററോട് സംസാരിക്കുക, ഇപ്പം തന്നെ വരും. പിന്നെ അർജുൻ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല ടീച്ചർ. ഇല്ല, ഞാൻ ചോദിക്കാൻ കാര്യം മീനു ടീച്ചറിന് നല്ല മൂഡ് ഓഫ് ആയിരുന്നു, അതുപോലെ അർജുൻ്റെ മുഖവും നല്ല വിഷമത്തിലാണെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ അതങ്ങ് പറഞ്ഞു തീർക്കുന്നതാണ് നല്ലത് കേട്ടോ. ശരി ടീച്ചറെ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് പിരിയട്ടോ. അങ്ങനെ മീനു ദേ വരുന്നുണ്ട്. മീനു വന്ന് നമ്മുടെ അർജുനെ കാണുന്നത് മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. കണ്ണൊക്കെ നിറഞ്ഞു പോകുന്നുണ്ട്. എന്താ മീനു, നീ വണ്ടി കയറുക, എന്തിനാ നീ കരയുന്നത്, എന്താ നിൻ്റെ കണ്ണ് നിറയുന്നത്? പക്ഷേ മീനു ഒരു അക്ഷരവും മിണ്ടുന്നില്ല, ചോദിച്ചിട്ടൊട്ടും മറുപടിയും പറയുന്നില്ല. ഒരു ഓട്ടോ വരുന്നുണ്ട്, ഓട്ടോയിൽ കയറി മീനു പോകുന്നുണ്ട്. ഇത് താങ്ങാനാവാതെ അവിടെ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ അർജുന. ഇതേ സമയം ഗൗതമാണെങ്കിലും ഉച്ച സമയമായി, ഭക്ഷണം കഴിക്കണമല്ലോ, ഉച്ചയെല്ലാം കഴിഞ്ഞു. അപ്പം നേരെ അഖിലയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് ബൈക്ക് ഒതുക്കി വെച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. എന്നിട്ട് വീട്ടിലേക്ക് എത്തി നോക്കുകയാണ്, അഖില ഇറങ്ങി വരുന്നുണ്ട്. പക്ഷേ അഖില പുറത്ത് എന്തോ ആവശ്യത്തിന് പോയിരിക്കുകയാണ്. തിരിച്ച് വരുന്ന വഴിക്കാണ് ഗേറ്റിൻ്റെ മുന്നിൽ ഇവിടെ ഒരാൾ എത്തി നോക്കുന്ന കാണുന്ന കേട്ടോ. അപ്പോൾ അവിടെ നിന്നിട്ട് അഖില ചോദിക്കുന്നു, എന്തിനാടാ നീ അങ്ങോട്ട് നോക്കുന്നേ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ ഗൗതം ആദ്യം ഒന്ന് ചമ്മി പോവുകയാണ്. എന്നിട്ട് പറഞ്ഞാൽ, ഞാൻ നിന്നെ കാണാനൊന്നും അല്ല ഇവിടെ വന്നത്, ഞാൻ ആഹാരം കഴിക്കാൻ വേണ്ടി ഇവിടെ വണ്ടി നിർത്തിയതാ. പിന്നെ ഇത്ര നേരമായിട്ടും ഇത്ര ദൂരം കടന്ന് നീ ഇവിടെ വന്നല്ലോ ആഹാരം കഴിക്കാനായിട്ട്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തുമ്പോഴേ നിനക്ക് വിശപ്പ് വരത്തുള്ളൂ, വണ്ടി കേടാകത്തുള്ളൂ, എന്താ അതിൻ്റെ കാര്യം? പിന്നെ നിന്നെ കാണാൻ വന്നു എന്നാണ് നിൻ്റെ വിചാരമല്ലേ, ഒന്ന് പോടി എന്നും പറഞ്ഞ് അവരുടെ സംഭാഷണം അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങാട്ടോ. അപ്പോൾ എന്നെ കാണാൻ തന്നെയല്ലേ നീ വന്നത് എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ടോ? മിണ്ടുന്നില്ല. അപ്പോൾ അഖില പറയും, ദേഷ്യം വന്ന് അഖില വീട്ടിനകത്ത് കയറി പോവുക, ഇതെൻ്റെ വീടാ എന്നും പറഞ്ഞ് കയറി അങ്ങ് പോവുകയാണ് കേട്ടോ. എന്നിട്ട് പറയണം, എനിക്കാണെങ്കിലേ അവിടെ നിൽക്കുമ്പോഴേ നീ എനിക്ക് സൗകര്യം തന്നിട്ടില്ല, ഞാൻ എൻ്റെ വീട്ടിലാണ് ഇപ്പം നിൽക്കുന്നത്, ഇവിടെയെങ്കിലും ഞാനൊന്ന് സൗകര്യത്തോട് ജീവിക്കട്ടെ എന്നും പറഞ്ഞ് അകത്ത് കയറി പോകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഗൗതത്തിന് ആഹാരം കഴിച്ചില്ലേ ഇക്കിള് വരുന്നുണ്ട് കേട്ടോ. ഇക്കിള് വന്നിട്ട് വെള്ളം
അയ്യോ ഞാൻ വെള്ളം എടുത്തില്ലല്ലോ ഈശ്വര എന്ന് ടെൻഷൻ അടിക്കുമ്പോഴാണ് ഒരു ഗ്ലാസ് വെള്ളവുമായിട്ട് അഖില വരുന്നത്. എന്തായാലും അത് വാങ്ങിച്ച് കുടിച്ചല്ലേ പറ്റൂ. അപ്പോൾ അഖില പറഞ്ഞു, നീ വാങ്ങിക്ക്, ധൈര്യമായിട്ട് വാങ്ങുക, ഇത് വാങ്ങി കുടിച്ച് കഴിയുമ്പോഴത്തേക്കും നിൻ്റെ എക്കിളെല്ലാം പൊക്കോളും എന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങിച്ച് കുടിക്കട്ടോ. കുടിച്ച് കഴിഞ്ഞ ചമ്മി, നീ ആ പാത്രം ഇങ്ങ് തന്നാൽ ഞാൻ കഴുകിത്തരാം. വേണ്ട, നീ കൂടുതൽ സഹായമൊന്നും ചെയ്യേണ്ട, എനിക്കറിയാം പാത്രം കഴുകാൻ. എന്നിട്ട് പോകുന്നതിന് മുന്നേ ഗൗതമിനോട് ഒന്നുകൂടെ ചോദിക്കുന്നുണ്ട്, നീ ശരിക്കും എന്നെ കാണാൻ തന്നെ അല്ലടാ വന്നതെന്ന് പറയുമ്പോൾ ഗൗതം തലയാട്ടോ കേട്ടോ അതേന്ന്. അപ്പോൾ പെട്ടെന്ന് തന്നെ അഖിലയുടെ സന്തോഷം കാണുമ്പോൾ, ഓ പിന്നെ നിന്നെ കാണാൻ ആര് വരുന്നു, ഒന്ന് പോടി എന്നും പറഞ്ഞ് ബൈക്കെടുത്ത് പോകട്ടോ. പക്ഷേ അഖിലയുടെ മനസ്സ് നിറഞ്ഞിട്ടുണ്ട് എന്തായാലും. അവരുടെ സംഭാഷണം അങ്ങനെ കഴിയാണ്. ഇവിടെ സ്കൂളിൽ നിന്ന് വന്ന പാടെ ഉമ്മറത്ത് എന്നെ സിറ്റ് ഔട്ടിൽ എല്ലാവരും കൂടെ വന്നിരിക്കുകയാണ്. മീനു സങ്കടത്തിലാണ്. അപ്പോൾ മീനു പറഞ്ഞുണ്ട്, എന്തായാലും ഞാൻ അവനോട് കാണിച്ചത് വലിയൊരു തെറ്റായി പോയി, ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എന്തിനാണ് അങ്ങനെയൊക്കെ കാണിച്ചത്? വൈകുന്നേരം അവൻ്റെ ബൈക്കിൽ ഞാൻ കയറിയില്ലല്ലോ അമ്മയെ, വിളിച്ചിട്ട് പോലും ഞാൻ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ പ്രഭ പറയല്ലേ, അത് നന്നായി മോളെ, കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ തമ്മിൽ കാണാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ തന്നെ ഇതെങ്ങാനും കണ്ടാൽ പ്രഭ വല്ലതും അറിയുകയാണെങ്കിൽ ഇവിടെ വന്ന് അടുത്ത് തുടങ്ങും. എന്തിനാണ് അതിൻ്റെ ആവശ്യം? അപ്പോഴാണ് അഖില പുറത്തുനിന്ന് കയറി വരുന്നത്. അഖിലെ, നിന്നോടും കൂടി ഞാൻ പറയും, ആ ഗൗതമിനോട് നീ സംസാരിക്കാനും തൽക്കാലത്തേക്ക് പോകണ്ട മിണ്ട്. ഗൗതം ഇപ്പോൾ ഞങ്ങളുടെ ഗേറ്റിൻ്റെ പുറത്തുണ്ടായിരുന്നമ്മേ, ഞാൻ അവനോട് സംസാരിച്ചിട്ടാണ് വരുന്നത് എന്ന് പറയുവാണ്. അപ്പോൾ എല്ലാവരും അന്ത് വിടാനുണ്ട്. അപ്പം തന്നെ മുത്തശ്ശി പറയണം, കൊള്ളാം, മക്കൾ രണ്ടുപേരും ഭാര്യമാരുടെ പുറകേ തന്നെ ഉണ്ട്, അവരെ പിടിച്ചു കെട്ടാതെയാണ് അവളിവിടെ വന്നതെന്ന് കയർത്തിട്ട് എന്താ കാര്യം? പിന്നെ പ്രഭയുടെയും കാഞ്ചനയുടെയൊക്കെ വർത്തമാനം കേട്ടാലല്ലേ നമ്മൾ അങ്ങോട്ട് പോയെന്നാണ് അവരുടെ വിചാരം എന്നിങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ അർജുൻ അങ്ങോട്ട് വരിക കേട്ടോ. അർജുനെ കാണുന്നതും എല്ലാവർക്കും വല്ലാത്ത വിഷമമാവുന്നുണ്ട്. അപ്പോൾ അർജുൻ ചോദിക്കുന്നു, മീനു നീ എന്ത് പണിയായി കാണിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? പിന്നെ എന്തിനാണ് നീ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? എനിക്കൊരു ദേഷ്യവും ഇല്ല. അപ്പോൾ അമ്മ പറയണ, മോനെ അവൾക്ക് ദേഷ്യമൊന്നുമില്ല. പിന്നെ ഇന്നിവിടെ പ്രഭാവതിയും കാഞ്ചനയും വന്നിരുന്നു. നീ ഇവിടെ വരുന്നതോലും ഞങ്ങൾ വശീകരിച്ചാണ് ഇങ്ങനെ നിന്നെ ഇവിടെ വരുത്തിയെന്നും പറഞ്ഞ് ഇവിടെ വന്ന് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടാണ് പോയത്. അത് ശരി, അപ്പോൾ അമ്മയും ചേച്ചിയും വീണ്ടും ഇവിടെ വന്നിരുന്നു അല്ലേ? അതെ, വന്നിട്ടാണ് പോയത്. അതുകൊണ്ടാണ്. അപ്പോൾ രാഗി പറയണം, അതുകൊണ്ടാണ് ഏട്ടാ ഞാൻ ചേച്ചിയെ വിളിച്ച് പറഞ്ഞത് ചേട്ടൻ്റെ വണ്ടിയിൽ കയറി വരണ്ടെന്ന്. അതാ കാര്യം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും, മീനു എനിക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. നീ എന്ത് ഭാവിച്ചിട്ടാണ് ഇങ്ങനെ? ഇനി ഇതിൽ കൂടുതലൊന്നും എന്നോട് പറയേണ്ട ആവശ്യമില്ല, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ശരി എന്നും പറഞ്ഞുകൊണ്ട് അർജുൻ അവിടുന്ന് ഇറങ്ങിപ്പോകട്ടോ. മീനു നല്ല സങ്കടമാവാണ്. അപ്പോൾ മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട്, പാവം അവന് നല്ല വിഷമമായി. അപ്പോൾ തന്നെ മീനുവിൻ്റെ അമ്മ പറയണം, നമ്മൾ എന്ത് ചെയ്യാൻ, അവൻ്റെ അമ്മ തന്നെയല്ലേ എല്ലാത്തിനും കാരണം. അങ്ങനെ ദേഷ്യം പിടിച്ച് വീട്ടിലേക്ക് വരികയാണ് നമ്മുടെ അർജുൻ. അമ്മേ എന്തിനാടാ നീ ഇങ്ങനെ കിടന്നത് ഉറക്കണേ എന്നും പറയണം. അപ്പോൾ കാഞ്ചനയും അച്ഛനും മുത്തശ്ശനും കൂടെ ചോദിക്കുകയാണ്, എന്താ അർജുന്, വരട്ടെ പറയാം. അങ്ങനെ കയറി വന്ന്, എന്തിനാടാ നീ ഇവിടെ കിടന്ന് ചൂടാവി വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഉടനെ പറയണം കേട്ടോ, അമ്മയ്ക്ക് മനസ്സിലായില്ലേ ഇവൻ എന്തിനാ ചൂടാവുന്നതെന്ന് കാഞ്ചന പറയണം. എന്താ കാര്യം? നമ്മൾ ഇന്ന് അവരുടെ ഭാര്യ വീട്ടിൽ പോയി, 10 പറഞ്ഞല്ലോ ഇവൻ അവിടെ ചെന്ന്. അതിൻ്റെ കാര്യങ്ങളെല്ലാം അവനിവനെ കൊടുത്ത് കാണും. അതിൻ്റെ ബാക്കിയായിട്ട് അവൻ ഇവിടെ ഞങ്ങളോട് കിടന്ന് ചാടുന്നത്. അതിനെന്തിനാടാ നീ നമ്മളോട് ചാടുന്നത്? അപ്പം മുത്തശ്ശനും അച്ഛനും ചോദിക്കണം, നീ എന്തിനാ അവിടെ പോയത്? പോവേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പൈസ തരാതെ അവരെ ഇവിടെ കയറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഇവന്മാരെന്തിനാ നാണം കെട്ട് അവിടെ ചെല്ലുന്നത്? ഇവരെ അവിടെ കയറ്റാൻ പാടില്ലെന്ന് ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു. എന്താ കാര്യം? നിങ്ങൾക്ക് എന്താ വല്ല പ്രശ്നമുണ്ടോ? അപ്പോൾ കാഞ്ചന അങ്ങ് ചാടി നിൽക്കുക കേട്ടോ. അവസാനം അച്ഛൻ പറയണം, കാഞ്ചന നീ അതിര് വിടുന്നുണ്ട്. എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞ ഇവനൊക്കെ നാണമുണ്ടോ ഭാര്യ വീട്ടിൽ ചെന്ന് കിടക്കാനായിട്ട്? എന്ന് അവൻ്റെ പുറകെ നടക്കുന്നു ഭാര്യ. നിങ്ങളൊക്കെ അറിയുന്നുണ്ടോ ഇവൻ എന്നോ അവളുടെ വീട്ടിൽ തന്നെ അവിടെ പോയി അവൾ വാതിൽ തുറക്കുന്നുണ്ടല്ലോ, തുറന്നു കൊടുക്കുകയില്ലേ? അത്രയ്ക്ക് അഹങ്കാരിയാണ് അവൾ. സ്വന്തം ഭാര്യയാണ്. ഇന്നെങ്കിൽ അമ്മയ്ക്ക് ഒരു വിവരമില്ലാണ്ട് സംസാരിക്കാൻ കേട്ടോ. അവസാനം അച്ഛനും മുത്തശ്ശനൊക്കെ ഇതിന് എന്ത് മറുപടി പറയാൻ ഇങ്ങനെ വിവരമില്ലാത്ത സംസാരത്തിനും? അവസാനം തന്നെ നമ്മുടെ അർജുൻ നിവർത്തി കെട്ട് പറയണം, ശരി ഇനി എങ്ങനെ പോകണമെന്നുള്ള കാര്യം എനിക്കറിയാം. മീനുവിനെ ഇവിടെ കയറ്റില്ല എന്നല്ലേ അമ്മ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, അവർ പൈസ തരുന്നത് വരെ അവിടെ തന്നെ നിന്നോട്ടെ. കാശ് വാങ്ങുന്നത് വരെ ഞാനിവിടെ നിൽക്കില്ല. ഞാനും പുറത്ത് എവിടെയെങ്കിലും പോയി താമസിക്കാൻ തന്നെയാണ് പോകുന്നത്. ഉറപ്പായിട്ടും മീനു എന്ന് ഈ വീട്ടിൽ കാലുകുത്തും അന്ന് മാത്രം ഞാൻ ഈ വീട്ടിൽ ഇനി കയറുള്ളൂ. മീനും ഇല്ലാത്ത ഈ വീട്ടിൽ എനിക്കും ജീവിക്കണ്ട എന്നും പറഞ്ഞ് നേരെ റൂമിൽ പോയി തൻ്റെ ബാഗും കാര്യങ്ങളും ഒക്കെ പാക്ക് ചെയ്യുകയാണ് നമ്മുടെ അർജുൻ. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.